ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. സിന്ധു ബ്ലോഗ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഭയങ്കര സന്തോഷത്തിലാണ്, ഭയങ്കര പോസിറ്റീവ് എനർജിയോടെയാണ് വന്നിരിക്കുന്നത് കേട്ടോ. കാരണം ഞാൻ ഒത്തിരി ആഗ്രഹിച്ച ഒരു കാര്യം നടക്കാൻ പോവുകയാണ്. ഒത്തിരി 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 ആഗ്രഹിച്ച കാര്യമാണ് കേട്ടോ. ഞാൻ എപ്പോഴും പറയാറില്ലേ മക്കളെ, കുന്നോളം ആഗ്രഹിച്ച ഒരു കുന്നിക്കുരുവിൻ്റെ അത്രയെങ്കിലും കിട്ടുമെന്ന്. പക്ഷേ ഞാൻ ആഗ്രഹിക്കുന്ന ഒക്കെ എൻ്റെ ദൈവം എനിക്ക് നടത്തി തരുന്നുണ്ട് കേട്ടോ. സത്യമായിട്ട് പറയാം, എനിക്ക് ചിലപ്പോൾ ഒക്കെ അത്ഭുതം തോന്നുവേ. കാരണം ഞാൻ ഒത്തിരി 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 ചില സമയങ്ങളിൽ ഒത്തിരി വേദനയും നീറ്റലും ഒക്കെ അനുഭവിക്കുന്നതാണ്. ഈ ലോകത്തെ ഏറ്റവും ഭാരം കൂടിയത് എന്നാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയുന്നത് എന്തായിരിക്കും എന്നറിയോ? വേദന, വിഷമം, നമ്മുടെ മനസ്സിനേക്കുന്ന മുറിവ് ഭയങ്കര ഭാരമായിരിക്കും. ഭയങ്കര ഭാരം എന്ന് വെച്ചാൽ ഭയങ്കര ഭാരമായിരിക്കും. പക്ഷേ ഒട്ടും വിലയില്ലാത്ത സാധനം എന്നാന്ന് ചോദിച്ചാലും ഞാൻ പറയും നമ്മുടെ വിഷമം, നമ്മുടെ വേദന, നമ്മുടെ ഭാരം. നമ്മൾ ആരെക്കുറിച്ചാണോ ഭാരപ്പെടുന്നത്, അല്ലെ വേദനിക്കുന്നത്, വിഷമിക്കുന്നത് എന്നൊക്കെ നമ്മുടെ മനസ്സിൽ നിന്ന് അറിയാം അല്ലേ. പക്ഷെ ആരെക്കുറിച്ചാണോ വേദനിക്കുന്നത് അവർക്ക് അതിനൊരു പുല്ല് വില പോലും കാണത്തില്ല. സത്യമല്ലേ? അപ്പം നമുക്ക് ഏറ്റവും കൂടുതൽ ഭാരമുള്ള ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൻ്റെ വേദനയാണ് കേട്ടോ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇറക്കി വെച്ചിട്ട് നമ്മൾ നമുക്കായിട്ട് സന്തോഷമായിട്ട് അങ്ങ് ജീവിച്ചാലുണ്ടല്ലോ, നമ്മളെ സന്തോഷവും സമാധാനവും ഐശ്വര്യവും ഒക്കെ തേടി വരുന്നേ. സത്യവും ഞാൻ പറയുന്നേ. അപ്പം ഞാൻ നിങ്ങളോട് ഞാൻ കഴിഞ്ഞ ഇടയ്ക്ക് ഒരു ദിവസം പറഞ്ഞിട്ടുണ്ടായത് എൻ്റെ ഒരു ആഗ്രഹം. പക്ഷേ അത് ഇപ്പം നടക്കാൻ പോവുക. പെട്ടെന്ന് തന്നെ, ഇത്രയും പെട്ടെന്ന് തന്നെ. ഞാൻ പ്രതീക്ഷയില്ല കേട്ടോ ഇത്രയും വേഗം എനിക്കത് സാധിച്ചു കിട്ടുമെന്ന്. അത് ഈ പറയുന്ന പോലെ നമ്മുടെ ഈ ഫാമിലിയിലുള്ള ഒരു ചേച്ചിക്കുട്ടി ചേട്ടനും കൂടെയാണ് എനിക്ക് സാധിച്ചു തരുന്നത് കേട്ടോ. ഇത്രയും പെട്ടെന്ന് എനിക്ക് സാധിച്ചു തരുന്നത് അതൊരു വലിയ ഭാഗ്യമായിട്ട് കരുതുന്നു. ഞാൻ അവർക്ക് ഒത്തിരി ഒത്തിരി നന്ദി പറയുന്നു. അതാ ഞാൻ പറയുന്നത് മക്കളെ. കഴിഞ്ഞ ദിവസമൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നേ ഒന്ന് രണ്ട് കമൻസൊക്കെ മറ്റുള്ള വേറെ ഓരോ ചാനലുകളിൽ കാണാം. ഞാൻ അങ്ങനെ കമൻസ് ഒന്നും നോക്കാൻ പോകാറില്ല. എന്നാലും നമ്മളെ കുത്തി എന്താ പറയുന്നത്, ഒന്നും അറിയത്തില്ലാത്തവരൊക്കെ ഇടുമ്പോൾ നമ്മൾ ചെറുതായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കണമല്ലോ. അങ്ങനെ നോക്കാൻ പോയപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഒന്ന് രണ്ട് കമൻറ്റ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, നമ്മളെ കുറിച്ച് പറയുന്നത്. അവർ എപ്പോഴും അവരുടെ ഫാമിലി മെമ്പേഴ്സ് അങ്ങോട്ട് നോക്കും, സബ്സ്ക്രൈബേഴ്സ് നോക്കും, അവർ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ. ഒരു പരിധി വരെ ഫാമിലി മെമ്പേഴ്സും എൻ്റെ സബ്സ്ക്രൈബേഴ്സും എനിക്ക് വേണ്ടിയിട്ട് സപ്പോർട്ട് പിടിക്കുന്നവരും ഒക്കെ എൻ്റെ ചങ്കുകൾ തന്നെയാണ് കേട്ടോ. സത്യം ഞാൻ പറയാണ്. കാരണം നമ്മുടെ സങ്കടത്തിൽ, നമ്മുടെ സന്തോഷിച്ചിരിക്കുമ്പോൾ നമ്മളെ ഓടി വന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മ തരുന്നവരല്ല യഥാർത്ഥ സ്നേഹിതരെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മുടെ ആപത്തിലും നമ്മുടെ വിഷമത്തിലും ഒക്കെ നമ്മളെ ചേർത്ത് പിടിക്കുന്നവരാണ് യഥാർത്ഥ സ്നേഹിതരെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കേട്ടോ. ഞാൻ കഴിഞ്ഞ ദിവസം എനിക്കൊരു ചേച്ചിക്കുട്ടി അയച്ചു തന്നൊരു ഇതുണ്ട്. രാവിലെ എനിക്ക് ഗുഡ് മോർണിംഗ് അയച്ചു തന്നപ്പോൾ ഇട്ട് തന്നൊരു മെസ്സേജാണേ. നമ്മളെ സ്നേഹിക്കുന്നില്ലാത്തവർ, നമ്മളെ വെറുക്കുന്ന, അല്ലെങ്കിൽ നമ്മളെ വേണ്ടാത്തവരുടെ പുറകെ നമ്മൾ എന്തിനു പോകണം? അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഉള്ളിൽ നീറണം? അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ പുറകോട്ടൊന്ന് തിരിഞ്ഞു നോക്കുക. നമ്മളെ സ്നേഹിക്കാനായിട്ട്, അല്ലെങ്കിൽ നമ്മളെ ഒന്ന് ചേർത്ത് പിടിക്കാനായിട്ട് ഒത്തിരി പേര് കാണുന്നേ. അത് സ്വന്തം കൂടപ്പിറപ്പോ സ്വന്തം സഹോദരങ്ങളോ അച്ഛനമ്മമാരോ നമുക്ക് അത്രയും വേണ്ടപ്പെട്ട നമ്മുടെ മക്കളോ ഒന്നും ആയിരിക്കണമെന്നില്ല. നമ്മളെ ഏറ്റവും സ്നേഹിക്കുന്ന, അത്രയും നമ്മളെ ചേർത്ത് പിടിക്കാൻ ആഗ്രഹിക്കുന്ന നല്ല നല്ല മനസ്സിന് ഉടമയുള്ള നല്ല ഹൃദയമുള്ള ആൾക്കാരുണ്ടാവുമെന്ന്. സത്യമല്ലേ? ഇപ്പം തന്നെ എൻ്റെ കാര്യം ഓരോന്ന് എടുത്തു നോക്കിയേ. ഞാൻ ഒത്തിരി 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 നേറിയ സമയങ്ങളിലൊക്കെ എനിക്ക് ആരാ ഒരു തണലായത്, ആരാ ഒരു സമാധാനം തന്നത്? നമ്മളെ ഓരോ രീതിയിലും. അതാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് അങ്ങനത്തെ കമൻസ് ഒന്നും ഇട്ട് നിങ്ങൾ എന്നിലോട്ട് നെഗറ്റീവ് എനർജി ഉണ്ടാക്കാം. അയ്യോ അത് കാണുമ്പോൾ എനിക്കങ്ങ് നീറും എന്നൊന്നും വിചാരിക്കട്ടെ കേട്ടോ. കാരണം എൻ്റെ ഈ ചാനലിലുള്ള സിന്ധുമ്മ ബ്ലോഗ്സ് എന്ന് പറയുന്ന ഈ ചാനലിലുള്ള ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും നല്ല അറിവും ബോധവും വിവരവും വിദ്യാഭ്യാസവും അച്ഛനെയും അമ്മേനെയും ബഹുമാനവും ദൈവത്തെ പേടിയുള്ളവരുമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് നന്മകൾ മാത്രമേ പറഞ്ഞു തരാറുള്ളൂ, നന്മകൾ മാത്രമേ ചെയ്തു തരാറുള്ളൂ. അപ്പം ഞാൻ ആഗ്രഹിച്ച ഒരു വലിയ കാര്യം സാധിക്കാൻ പോവാണ്. അതെവിടെയാണ് എന്താണെന്നൊക്കെ ഞാൻ അടുത്തടുത്ത വീഡിയോകളിൽ പറയാം. അപ്പം ഞാൻ പോകാനായിട്ടൊക്കെ ഒന്ന് റെഡി ആകുകയാണ്. അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ വിശേഷങ്ങൾ, എൻ്റെ സന്തോഷങ്ങൾ ഒക്കെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാറുണ്ട് അല്ലേ. അപ്പോൾ ഇത് ഓട്ടോയിലില്ല, മിനിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ തന്നെയാണ് കേട്ടോ പോകുന്നത്. ഞാനും എൻ്റെ ഒരു ചേച്ചിക്കുട്ടി ചേട്ടനും കൂടെയാണ് പോകുന്നത്. ചേട്ടായി വരുന്നില്ല കേട്ടോ. ചേട്ടായിക്ക് കടയിൽ നിന്ന് ഈ പറഞ്ഞവർക്ക് ലീവ് എടുക്കാനായിട്ട് പറ്റുന്നില്ല. അവിടെ ഒരു ആളുടെ കുറവെങ്ങാണ്ടാണ്. അല്ലാതെ ചേട്ടായി കൂടെ ഇറക്കി നോക്കിയാൽ ചേട്ടായിക്കും താല്പര്യമുള്ള ഒരു ഇഷ്ടമുള്ളതായിരുന്നു. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ കോടികൾ കൈ വെച്ചിട്ട് നമ്മൾ ഇന്ന സ്ഥലങ്ങളിലൊക്കെ ഒന്ന് പോകണമെന്ന് ആഗ്രഹിച്ച് നടക്കത്തില്ല. നമുക്കൊരു ദൈവവിളിയുണ്ട്. ഇന്ന സ്ഥലത്ത് ഇന്ന സമയത്ത് നീ എത്തപ്പെടും, നിന്നെ എത്തിപ്പെടുത്തിക്കുന്നു. അപ്പോൾ ചേട്ടായിക്ക് അതിൻ്റെ സമയമായിട്ടില്ലത് ചേട്ടായി ഇതിൽ പറയായിരുന്നു. അപ്പോൾ പിന്നെ എനിക്കൊരു കാര്യമുണ്ടല്ലോ,
എനിക്കിപ്പോൾ ഇങ്ങനെ ഒരു ചാൻസ് ഒക്കെ കിട്ടിയപ്പോൾ പോകാനായിട്ട് നീ പോണോടി സിന്ധു, നീ സന്തോഷിച്ച് നടക്കണം, നീ ഹാപ്പി ആയിട്ടിരിക്കണം, കിട്ടുന്ന ചാൻസ്. കാരണം ഒത്തിരി പൈസകൾ വെച്ചിട്ട് എനിക്ക് ഇന്നടത്തുനിന്ന് പോയാൽ കൊള്ളാൻ ആഗ്രഹം ഉണ്ടെന്നൊക്കെ ഇരിക്കുന്ന എത്രയോ മനുഷ്യരുണ്ടെന്നറിയോ. അപ്പോൾ പൈസയൊന്നും അല്ല ഇതിനൊന്നും ഉള്ള ഏറ്റവും വലിയ കാര്യം. പൈസ നമ്മൾ സ്വരുക്കൂട്ടി വെച്ചാലും നടക്കത്തില്ലാത്ത കാര്യങ്ങളൊക്കെ ദൈവത്തിൻ്റെ ഒരു ഇഷ്ടത്തിന് ദൈവത്തിൻ്റെ ആ സമയത്ത് നമുക്ക് നടന്നു കിട്ടുമ്പോൾ പിന്നോട്ട് മാറരുത്. ചേട്ടായി ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇച്ചിരി മടിച്ചതാണ് സത്യം പറഞ്ഞാൽ. അപ്പം ചേട്ടായി എന്നോട് പറഞ്ഞു തന്ന കാര്യങ്ങളായത്. ഇങ്ങനെ കിട്ടുന്ന അവസരങ്ങൾ നീ സന്തോഷത്തോടെ പോകണം. നിനക്കെന്നെ ഞാനില്ല, എൻ്റെ ചേച്ചി ചേട്ടനും ഉണ്ടല്ലോ, പിന്നെ എന്നാ വിഷമം എന്നാ പ്രയാസം എന്നൊക്കെ ചോദിച്ചാട്ടോ. സത്യമാണ്, അവരെന്നെ എൻ്റെ പൊന്നു ദൈവമേ, ചേച്ചിയും ചേട്ടനൊന്നും ഉപരി ഒരു അച്ഛനെയും അമ്മയെ പോലെ എന്നെ സ്നേഹിക്കുന്ന അത്രയും നല്ലൊരു ചേച്ചിക്കുട്ടിയൊക്കെയാണ്. അവരുടെ കൂടെയാണ് ഞാൻ പോകുന്നത്. അപ്പോൾ ചേട്ടായി ഇല്ലാത്തതിന് ഒരു കുഞ്ഞ് മിസ്സിങ് ഉണ്ട്. ചേട്ടായി കൂടെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് എൻജോയ് ചെയ്യാൻ അടിച്ചു പൊളിക്കാന്നൊക്കെ ഒരു ഇതുണ്ടല്ലോ. ഏതൊരു സ്ഥലത്താണെങ്കിലും പോകുമ്പോൾ നമ്മുടെ മനസ്സ് സന്തോഷമാണെങ്കിൽ നമുക്ക് അത്രയും പോസിറ്റീവ് എനർജി കിട്ടുമല്ലോ. പിന്നെ ചേട്ടായിയുടെ മനസ്സ് എൻ്റെ കൂടെ തന്നെയുണ്ട്. നീ പോയേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ് ചേട്ടായിയാണ് കേട്ടോ എന്നെ സപ്പോർട്ട് ചെയ്ത് വിടുന്നത്. അതിന് ദൈവത്തിന് 1000 നന്ദി പറയാം. കാരണം എനിക്ക് ഇത്രയും എന്നെ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കാൻ എനിക്ക് ദൈവമായിട്ട് കരുതി വെച്ച് ഏറ്റവും വലിയൊരു നിധിയാണ് എൻ്റെ ചേട്ടായി. സത്യം. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ലേ, അമ്മ വിളിച്ചപ്പോൾ അമ്മ പറയായിരുന്നു, എൻ്റെ ചെറുക്കനുള്ളതുകൊണ്ട് നീ സന്തോഷിച്ച് അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ട് ജീവിക്കുന്നില്ലേന്ന്. സത്യമാണ്, അത് സത്യമായിട്ടുള്ള കാര്യം കേട്ടോ. ദൈവത്തിന് അറിയാമെന്നേ നമുക്ക് എന്താ സംഭവിക്കുന്നത്. കറണ്ട് പോയി കേട്ടോ. കറണ്ട് പോയാലും ഞാൻ ഓർക്കുമല്ല, ഇപ്പോഴാണ് ഞാൻ ഡ്രസ്സെല്ലാം ഒന്ന് തേച്ച് സെറ്റാക്കി വെച്ചത്. എനിക്ക് കൊണ്ടുപോകാനുള്ള ഡ്രസ്സൊക്കെ തേച്ചിരുന്നതാന്ന് പറഞ്ഞാലും ഞാൻ ഒന്നുകൂടെ ഒന്ന് അയൺ ചെയ്തൊക്കെ വെച്ച് കേട്ടോ. അപ്പം ഇപ്പോൾ കറണ്ടും പോയി. പക്ഷെ കറണ്ട് പോയെന്ന് പറഞ്ഞാൽ നമുക്ക് വീഡിയോ എടുക്കണ്ടേ അല്ലേ? ഞാനെന്നാൽ സത്യം പറഞ്ഞാൽ ഈ ആഴ്ച തൊണ്ണൂറപ്പൊക്കെ കഴിഞ്ഞിട്ട് കുട്ടാരുടെ അവിടെ നിന്ന് പോകണം, സന്തോഷിൻ്റെ അവിടെ നിന്ന് പോകണം. അമ്മയുടെ അടുത്ത് കുറച്ച് ദിവസമായി കയറി പോയിട്ട് അമ്മ ഇങ്ങോട്ട് വ്യാഴാഴ്ച വരാമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അമ്മയ്ക്ക് കാലിന് വേദന അടി വെച്ചെന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചപ്പം പറഞ്ഞു എന്നാൽ അമ്മയുടെ ഒക്കെ അടുത്തിട്ടൊക്കെ ഒന്ന് കയറി പോകാം ഈ ദിവസങ്ങളിൽ നിന്നൊക്കെ വിചാരിച്ചിരുന്നപ്പോഴാണ് എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ ഒരു ചാൻസ് കിട്ടിയത്. പിന്നെ അമ്മയുടെയൊക്കെ അവിടുത്തെ വഴി, സന്തോഷിൻ്റെയൊക്കെ അവിടുത്തെ വഴിയൊക്കെ ഇച്ചിരി പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുമല്ലായിരുന്നോ, അതൊക്കെ റെഡിയാക്കുവാന്ന് പറഞ്ഞാൽ. അല്ലാതെ ഞാൻ സ്കൂട്ടിക്ക് ഒന്ന് ഓടിപ്പോയിട്ട് വന്നേനെ, അതിലെ വണ്ടി കടത്തി വിടുന്നില്ല. അപ്പം നമുക്ക് ഇങ്ങനെയുള്ളൊരു സന്തോഷ കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ നമുക്ക് ഓടിപ്പോയി അമ്മയോട് പറയാനായിട്ടൊക്കെ തോന്നുമല്ലോ അങ്ങനെ. അപ്പം ഞാൻ ഫോണിൽ വിളിച്ച് പറയാം. പിന്നെ പറഞ്ഞില്ല കേട്ടോ, എന്നാന്ന് വെച്ചാൽ പെട്ടെന്ന് കിട്ടിയൊരു ചാൻസാണ്. അമ്മയോട് പറയണം, വിളിച്ച് പറഞ്ഞിട്ട് വേണം പോകാനായിട്ട്. അത് ഞാൻ പറഞ്ഞാൽ ആരോടും പറഞ്ഞില്ല, അമ്മൂനോടോ ആരോടും പറഞ്ഞില്ല. അതാ പറഞ്ഞേ, പെട്ടെന്ന് കിട്ടിയെന്ന് വെച്ചാൽ പെട്ടെന്ന് കിട്ടിയതാണ് കേട്ടോ. ഞാൻ കുറേ ദിവസങ്ങളായിട്ട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഇത്രയും വേഗം ഇങ്ങനെ നടന്നു കിട്ടുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയില്ല. ഇതാ ഞാൻ പറയുന്നത്, നമ്മൾ വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ. എനിക്ക് ഓരോ അച്ഛന്മാരുടെയും സ്വാമിമാരുടെയും നല്ല ടോക്ക് നല്ല ഇതായിട്ട് പറഞ്ഞു തരുന്നവരുടെയൊക്കെ ഒത്തിരി പേര് എനിക്ക് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ എടുത്ത് കേൾക്കണേ സിന്ധുമേ എന്നും പറഞ്ഞ് ഇട്ട് തരും കേട്ടോ. അപ്പോൾ അത് കേൾക്കുമ്പോഴൊക്കെ എനിക്കൊരു പോസിറ്റീവ് എനർജിയാണേ. അപ്പോഴൊക്കെ ഞാൻ ഓർക്കും, ദൈവമേ എന്നിട്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ട് നടന്നത്. പക്ഷേ ദൈവത്തിനോട് നന്ദിയോട് പറയുന്ന മാതിരി ആയി പോകും ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞേ കേട്ടോ. കാരണം ഓരോ കാര്യങ്ങളും ഞാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ അങ്ങനെ വലിയ ഓരോ കാര്യങ്ങളൊന്നും ആഗ്രഹിക്കാറില്ല, കുഞ്ഞു കാര്യങ്ങളൊക്കെ ആഗ്രഹിക്കാറുള്ളൂ. അതൊക്കെ എനിക്ക് ദൈവം നടത്തി തരുന്നുണ്ട് സത്യം. നമ്മുടെ തൊഴിലുറപ്പിനകത്തുള്ള രഞ്ജു എന്ന് പറഞ്ഞൊരു മോളുണ്ട്, അവൾ തയ്ക്കുന്നുമുണ്ട്, നന്നായിട്ട് തയ്യലും ഉള്ളവർ വെച്ചാൽ. അവൾ ബസ്സിന് കയറിയാ പോയി തുണിയൊക്കെ എടുത്തുകൊണ്ട് വരുന്നതേ കട്ടപ്പനയിൽ അവിടെ നിന്നൊക്കെ ഓരോ സ്ഥലങ്ങളിൽ പോയി. അന്നേരം ഭയങ്കര പാടാ വലിച്ച് കയറ്റി കൊണ്ടുവരാനൊക്കെ, ഭയങ്കര പാടാ. സിന്ധു സ്കൂട്ടി പഠിച്ചില്ല, എളുപ്പമാണോ പഠിക്കാനായിട്ട്, എളുപ്പമാണോ എന്ന് ചോദിച്ചു കേട്ടോ. അപ്പം ഞാൻ റെഡി വെച്ച് നല്ല എളുപ്പമാണ്, നീ പെട്ടെന്ന് പഠിക്കും. എനിക്ക് പറ്റുമെങ്കിലാണോ നിനക്ക് പറ്റത്തില്ലാത്തത്? പറ്റൂടി, പോയി പഠിക്ക്. ഒരു സ്കൂട്ടി മേടിച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ഈ വണ്ടി മേടിച്ചുകൊണ്ട് എനിക്ക് ഇന്നലെ തന്നെ നിസാരം ഹാൻസിഡമോളിൻ്റെ അവിടോട്ട് പോകണം. എനിക്ക് അല്ലെങ്കിൽ വണ്ടി ഓട്ടോക്കാശ് 350 രൂപയാവും. ബസ് ഏത് സമയത്തും ഇല്ല. അങ്ങോട്ടേക്ക് ഇനി പോട്ടെ നോക്കി നിന്നിട്ട് ആ ഒരു ബസ്സിന് കയറി പോയെന്ന് പറഞ്ഞാൽ തിരിച്ച് ഇങ്ങോട്ട് വരുമ്പോൾ ബസ്സില്ല. അപ്പോൾ നമ്മൾ ഓട്ടോ വിളിച്ച് പറഞ്ഞെങ്കിൽ 350 ആകും. അങ്ങനെ എനിക്ക് എത്ര രൂപ എനിക്ക് ലാഭമാകുന്നുണ്ടെന്നറിയാം ഞാൻ സ്കൂട്ടി പഠിച്ചുകൊണ്ട്. നിസ്സാരം ഇവിടെ നിന്ന് നമ്മൾ ഉപ്പറ വരെ പോയിട്ട് വരുന്നതിന് നമ്മുടെ ഇവിടെ വന്ന് ഇറക്കണമെങ്കിൽ 50 രൂപ കൊടുക്കണം ഇപ്പം. അപ്പോൾ എത്ര രൂപ എനിക്ക് ലാഭമാകുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ, എടി കുഞ്ഞെ നല്ല അടി, പെട്ടെന്ന് പഠിക്കാൻ പറ്റും, നമ്മൾ മനസ്സ് വെച്ചാൽ പഠിക്കാൻ പറ്റത്തില്ലാത്ത കാര്യമൊന്നും ഇല്ലടി എന്ന് പറഞ്ഞു. അല്ലാണ്ട് ഞാനിപ്പോൾ എനിക്ക് പഠിച്ചെടുത്തു, അയ്യോ വേറൊരാളത് പഠിച്ചെടുക്കരുത്, അല്ലെങ്കിൽ അങ്ങനെ ആവരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും നന്നാകണം. നമ്മളെ
എന്നാ പറയുന്നത്, എന്തേലും വിഷമിപ്പിക്കുന്നവരാണെങ്കിലും ദ്രോഹിക്കുന്നവരാണെങ്കിലും നമ്മളെ അറിയാതെ ഓരോന്ന് കുത്തി ദ്രോഹിക്കുന്നവരാണെങ്കിലും അവർക്കൊക്കെ നന്മ വരുത്തണമെന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അതിനനുസരിച്ച് ദൈവം എനിക്ക് നന്മ തരുന്നുണ്ട്. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ, ഞാൻ ഒത്തിരി കേട്ടിട്ടുണ്ട്, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചാൽ ദൈവം നമുക്ക് നന്മ തന്നെ തന്നുകൊണ്ടിരിക്കുന്നത്. സത്യമായിട്ടുള്ള കാര്യം കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു അവളോട് പോയി സ്കൂട്ടി പഠിക്കടി വെച്ച് നല്ല അടിയത്. അപ്പോൾ അവർക്കൊക്കെ ഞാൻ കാറും സ്കൂട്ടിയും പഠിച്ച് ലൈസൻസ് എടുത്തെന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമായി കേട്ടോ, ഭയങ്കര സന്തോഷമായി. സിന്ധുവിനാണെങ്കിലും, സിന്ധു എന്ന് പറഞ്ഞൊരു ആളുണ്ട്, സിന്ധുവിന് ഭയങ്കര ഇഷ്ടമാണ് പഠിക്കാനായിട്ടെന്ന് പറഞ്ഞു. അപ്പം എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മറ്റൊരാൾക്കും ചെയ്യാൻ പറ്റും. കാരണം എനിക്കൊരു ചേച്ചിക്കുട്ടി ഉണ്ട് എറണാകുളത്ത്. ആ ചേച്ചി ഇപ്പം ഇപ്പം ബർത്ത്ഡേ ആഘോഷിച്ചത് 75ാമത്തെ ബർത്ത്ഡേ ആഘോഷിച്ചത്. ചേച്ചി ജാഹോറോ അങ്ങനെ എന്താ പറയുന്നത്, വലിയ ഹൈടെക് കാറൊക്കെ അതൊക്കെ ഓടിച്ചോണ്ട് നടക്കുന്നത്. എന്നിട്ട് എന്നോട് പറഞ്ഞു, എനിക്ക് പറ്റുമെങ്കിൽ നിനക്ക് എന്നാ പറ്റത്തില്ലാത്തതിൻ്റെ കാര്യം, പോയി പഠിച്ചോണം സ്കൂട്ടി, പോയി പഠിച്ചോണം കാറ്, പഠിച്ചേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ നമുക്കുണ്ടല്ലോ നമ്മളോട് കർശനമായിട്ട് പറയാനും നമ്മളത് ചെയ്തേ പറ്റത്തുള്ളൂ എന്ന് പറയാനും ഒക്കെ ഒരാളുണ്ടെങ്കിൽ ഉണ്ടല്ലോ നമ്മൾ തന്നെ ചെയ്യും, നമ്മൾ പഠിക്കും. അതങ്ങനെ തന്നെ. അതുകൊണ്ട് ഞാൻ അവരോട് പറഞ്ഞു നിങ്ങളും പഠിച്ചെടുക്കണമെന്ന്. അതാ ഞാൻ പറഞ്ഞത്, നമുക്കൊരു കുഞ്ഞ് നന്മയാണെങ്കിലും ദൈവം സാധിച്ചു തരുമ്പോൾ അങ്ങനെ തന്നെ മറ്റുള്ളവർക്കും കിട്ടണേന്ന് ആഗ്രഹിക്കുക, പ്രാർത്ഥിക്കുക. നമ്മുടെ മനസ്സിൽ എന്നാ പറയുന്നത്, മറ്റുള്ളവർ ദ്രോഹിക്കണമെന്ന് കരുതി നമ്മളെ മൊത്തം വ്രണമാക്കി എല്ലാവരുടെയും നെഗറ്റീവ് അല്ലെ ഭയങ്കര മനസ്സിൻ്റെ ഉള്ളിലോട്ട് ആരെയും ആയിക്കോട്ടെ, ആരെയാണെങ്കിലും മനസ്സിലോട്ട് ഇങ്ങനെ കയറ്റി വെച്ചിട്ട് വൈരാഗ്യം ദൈവമേ അവരങ്ങനെ ആയിപ്പോണേ, ഇങ്ങനെ ആയിപ്പോണേ, നശിച്ചു പോണേ എന്നൊക്കെ നമ്മൾ മനസ്സിൽ വഹിച്ചിട്ടുണ്ടല്ലോ, നമുക്കാണ് അതെല്ലാം അനുഭവിക്കുന്നത്. നമുക്കങ്ങനെ നമ്മുടെ കുടുംബത്തിൽ തന്നെ അങ്ങനെ വന്നുകൊണ്ടിരിക്കും, ഒന്നല്ലേ മറ്റൊന്നായിട്ട്. അതുകൊണ്ട് നമ്മൾ ചെയ്യുമ്പം, നമ്മൾ ജീവിക്കുമ്പോൾ, നമ്മൾ ഈ ഭൂമി എന്നാ നാളുണ്ട്, ഇനി എപ്പോഴാണ് എന്നാന്ന് തമ്പുരാൻ്റെ കയ്യിൽ, അത്രയല്ലേ ഉള്ളൂ. അപ്പോൾ ആ ഉള്ള സമയത്ത് സന്തോഷമായിട്ടും ഹാപ്പി ആയിട്ടും മറ്റുള്ളവർക്ക് നന്മയായിട്ടും ഒക്കെ ചെയ്ത് ജീവിച്ചു പോയാൽ നമുക്ക് നല്ല തന്നെ വന്നുകൊണ്ടിരിക്കും. സത്യം. ഇപ്പം ഇത്രയും പെട്ടെന്ന് എനിക്കിങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇത്രയും നിങ്ങളോട് തോരാതിരുന്ന് സംസാരിക്കുന്നത്. കാരണം ഞാൻ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു, പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ മനസ്സിൽ വിചാരിച്ചു ദൈവമേ പറ്റുമോ നടക്കുമോ എന്നൊക്കെ ഞാനിങ്ങനെ പക്ഷേ പെട്ടെന്ന് തന്നെ എനിക്കത് ദൈവം സാധിച്ചു തന്നു, അവിടെ എത്താനായിട്ട്, അവിടെ പോകാനായിട്ട്. അപ്പോൾ ഇപ്പം ഞാനൊരു 4:30 ആകുമ്പോഴത്തേക്കും, 4 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഞാൻ ഇവിടുന്ന് ഇറങ്ങി നമ്മുടെ ചങ്ങനാശ്ശേരിയിലുള്ള ഒരു ഫാമിലിയിലാണ് ഇന്ന് തങ്ങുന്നത്. അവിടുന്നാണ് നമ്മൾ എങ്ങോട്ടാണോ അവിടോട്ടേക്ക് പോകുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു ചേച്ചിക്കുട്ടി ചേട്ടൻ്റെ വീട്ടിലോട്ടാണ് പോകുന്നത്. 4 മണിയൊക്കെ പോയാലും 5, 6, 6:30 ഒക്കെ ആകുമ്പോഴത്തേനും ചെല്ലാം, അല്ലെ 3:30 ആകുമ്പോൾ ഇറങ്ങിയാലും കുഴപ്പമില്ല. കാരണം ഇപ്പം വഴി പണിതുകൊണ്ടുണ്ടല്ലോ പെട്ടെന്ന് ചെല്ലും. നമ്മൾ ഉപ്പുറന്ന് ഇപ്പം മുണ്ടക്കയത്തിന് പോകണമെങ്കിൽ ഒരു കഷ്ടി 1.5 മണിക്കൂർ വേണ്ട, 1.5 മണിക്കൂറൊന്നും വേണ്ട, അതേപോലൊക്കെ സ്പീഡിനാണ് ബസ് പോകുന്നത്, അത്രയും വഴി ക്ലിയർ ആയതുകൊണ്ടേ. അതുകൊണ്ട് എനിക്ക് വീഡിയോ നേരത്തെ വാമോളെ എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു ചേച്ചി, വായോ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ നേരത്തെ പോയി കഴിഞ്ഞാൽ ഇനി നമുക്ക് വീഡിയോ എടുത്ത് ഇതൊക്കെ ചെയ്യണ്ടേ, എല്ലാം ഓക്കെ ആക്കി സെറ്റാക്കണ്ടേ, 2 ദിവസത്തിനുള്ള വീഡിയോ വേണ്ടേ. അങ്ങനെ വീഡിയോ ഒക്കെ എടുത്തിട്ട് എല്ലാം സെറ്റാക്കി സമാധാനപരമായിട്ടൊരു 3:30-4 ആകുമ്പോഴത്തേനും ഇറങ്ങാമെന്ന് വിചാരിക്കുന്നു. ഇതേ ഇപ്പോൾ 11 മണിയായി. അപ്പോൾ കുളിയും പരിപാടിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. അതാ തലമുടി കഴിച്ചിട്ടേക്കുന്നത്, പിന്നെ എല്ലാം കഴിഞ്ഞു. ഇനി ഇച്ചിരി ചോറൊക്കെ കഴിച്ചിട്ട് എന്തെങ്കിലും ഫുഡ്, ചോറല്ല എന്തെങ്കിലും ഇച്ചിരി ഫുഡ് കഴിച്ചിട്ട് പിന്നെ എന്നാ ചെയ്യണ്ടേ, ബാക്കി ഞാൻ കൊണ്ടുവരാനുള്ള സാധനങ്ങളെല്ലാം എടുത്ത് റെഡിയാക്കി നീറ്റാക്കി വെച്ചു. എന്നിട്ട് ചേട്ടായിനെ വിളിച്ച് ഒന്ന് പോയിട്ട് വരാം കേട്ടോ, അത് പറഞ്ഞിട്ട് പോയിട്ട് വരാം. പിന്നെ കോഴിയുടെ കാര്യം കുമാരി ചേച്ചിയോടൊന്ന് വിളിച്ച് പറയണം. കുമാരി ചേച്ചി ചിലപ്പം ഉച്ചയ്ക്ക് സജിയുടെ അടുത്ത് വരുമല്ലോ, ചോറ് കൊടുക്കാനും വെള്ളം കൊടുക്കാനും ചായ കൊടുക്കാനും ഒക്കെ ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇറങ്ങി വരും കുമാരി ചേച്ചി. അപ്പം 2 മുട്ട വെച്ച് ഇടുന്നതല്ലേ, അല്ലെങ്കിൽ അവൾമാരത് കുത്തി പൊട്ടിച്ച് കളയും. അപ്പം മുട്ട എടുത്തിട്ട് തീറ്റ ഇട്ട് കൊടുക്കണം കുമാരി ചേച്ചി എന്ന് പറയാം. ഞാനല്ലെങ്കിൽ ഇപ്പോൾ ഉച്ചയ്ക്ക് രാവിലെ ഇട്ട് കൊടുക്കും, പിന്നെ വീട്ടിൽ ഇരിക്കുവാണെങ്കിൽ ഉച്ചയ്ക്ക് ഇട്ട് കൊടുക്കും, അങ്ങനെ ഇട്ട് കൊടുക്കും. നല്ല തൊഴിലുറപ്പിന് പോകണമെങ്കിൽ ഞാൻ വന്നു കഴിയുമ്പോഴത്തേനും ഇട്ട് കൊടുക്കും. ചില ദിവസങ്ങളിൽ അവൾമാർ പൊട്ടിക്കല്ലേ, ചില ദിവസം പൊട്ടിച്ച് കളയും. അതുകൊണ്ട് അങ്ങനെ കുമാരി ചേച്ചിയെ വിളിച്ചെന്ന് പറയണം. ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല, കാരണം ഇത് പെട്ടെന്നുള്ളൊരു കാര്യമായതുകൊണ്ട് കേട്ടോ. അപ്പം നമ്മൾ നന്മ ചെയ്താൽ നമുക്ക് ഓരോ നല്ല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ അനുഭവിക്കും. അതുകൊണ്ട് എല്ലാവരും പറ്റുന്നവർക്കൊക്കെ നന്മകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് മുമ്പോട്ട് പോകാം കേട്ടോ. പിന്നെ ഒരു കുഴപ്പം പറ്റിയിട്ടുണ്ട് കേട്ടോ. ഈ പ്രാവശ്യത്തെ എനിക്ക് നമ്മുടെ ഇവിടുത്തെ അയ്യപ്പൻകോവിലിൽ ഇത് കൂടാൻ പറ്റുമെന്ന് തോന്നിയില്ല, നമ്മളുടെ ഈ പോക്ക് യാത്ര കാരണം കേട്ടോ.
വലിയ ആഗ്രഹിച്ചിരുന്നതാണ് പോണമെന്ന് സ്കൂട്ടിയും കൊണ്ട് അതിലേക്ക് ഒന്ന് കറങ്ങണമെന്നൊക്കെ വിചാരിച്ചിരുന്നതാണ്. അപ്പം അത് പോകാൻ പറ്റത്തില്ല, അതൊരു വിഷമമുണ്ട് കണ്ടോ. പിന്നെ ഇന്നുണ്ടല്ലോ, ഇന്ന് രാവിലെ എനിക്കൊരു സോജ നമ്പർ ഒരു അനിയത്തിക്കുട്ടിയുണ്ടേ, പുള്ളിക്കാരത്തി വിളിച്ചിട്ടുണ്ടായിരുന്നു. രാവിലെ ഞാൻ വിളിച്ചു. ഞാൻ ഇന്ന് രാവിലെ തന്നെ ഉണ്ടല്ലോ ചെടിക്ക് ചെടിക്കും ഇതിനെല്ലാം രാവിലെ തന്നെ വെള്ളം ഒഴിക്കാനായിട്ട് ഇറങ്ങി. കാരണം ഞാൻ ഇന്ന് ഉച്ച കഴിഞ്ഞ് പോയി കഴിയുമ്പോൾ പിന്നെ വൈകിട്ട് ആരും ഒഴിക്കാനില്ലല്ലോ, ചേട്ടായി ഇല്ലല്ലോ. നമ്മൾ ഇത് വളമൊക്കെ കലക്കി ഒഴിച്ചതല്ലേ, അപ്പോൾ അതിന് ഭയങ്കരമായിട്ട് ചൂടാവും. വെള്ളം ഒഴിച്ച് ഇത് 2-3 ദിവസം നന്നായിട്ട് തണുക്ക വെള്ളം ഒഴിച്ച് കൊടുക്കണം. അപ്പം ഞാൻ രാവിലെ തന്നെ വെള്ളം ഒഴിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേനും സോജ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഇന്നെന്നെ നീ രാവിലെ വിളിച്ചത്, ഒത്തിരി ദിവസം ആയായിരുന്നു വിളിച്ചിട്ട്. എന്നാൽ തന്നെ പറഞ്ഞു എൻ്റെ ഒരു കൂട്ടുകാരി അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്, ഞാനും വരട്ടോ എന്ന് വിചാരിച്ചതാണ്. നിങ്ങളുടെ അവിടുത്തെ അമ്പലത്തിൽ ഉത്സവം അല്ലേ, അപ്പോൾ ഈ അമ്പലത്തിലായിരിക്കും കേട്ടോ അമ്പലത്തിൽ ഉത്സവവും കാര്യങ്ങളൊക്കെ, അത് കൂടാനായിട്ട് അവൾ അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. അപ്പം അവൾ നിൻ്റെ അടുത്തോട്ട് വരാൻ ഞാൻ പറയും, നീ എനിക്ക് കുട്ടായിയുടെ അവിടെ നിന്നൊരു സാധനം മേടിച്ചു കൊടുത്ത് തരണത് കേട്ടോ. അപ്പോൾ ഇപ്പം ഞാനില്ലെങ്കിൽ അത് ഞാൻ അന്നേരം എനിക്ക് അന്നേരം വരവും നടക്കുമോ എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല, അതവിടെ സർപ്രൈസായിട്ടിരിക്കും. അപ്പോൾ ഞാൻ കുട്ടായിനെ വിളിച്ചിട്ട് അത് ഇടപാട് ചെയ്ത് കൊടുത്തേക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങോട്ട് വന്ന് നിൻ്റെ കൂട്ടുകാരിയുടെ നമ്പർ തന്നാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ സോജയുടെ. അപ്പോൾ നമ്മുടെ അയ്യപ്പൻകൂരിലെ അമ്പലത്തിൽ തന്നെ ആയിരിക്കും വന്നേക്കുന്നത്. എന്നെ പറയാനാ, നമ്മളെ കാണാനായിട്ട് ഇങ്ങോട്ട് വരാനായിട്ട് ഇരുന്ന സോജയും കൂടെ കൂടി വരാനിരുന്ന. അപ്പോൾ അവളുടെ കാലിന് എന്തോ ഒരു ചെറിയൊരു വേദനയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് 6-7 മണിക്കൂർ വണ്ടിയായിരുന്നു വരുമ്പോഴത്തേക്കും പ്രശ്നമാവുന്നതുകൊണ്ട് വന്നില്ല കേട്ടോ. നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും സോജനെ, ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വീഡിയോക്കകത്ത് പറയാറുള്ളതാണ്. അപ്പം രാവിലെ അതും വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് കുട്ടാനെയൊക്കെ ഒന്ന് വിളിച്ചൊന്ന് സെറ്റാക്കണം. ഇനിയിപ്പോൾ അവർ തിരിച്ച് കുറച്ച് ദിവസം കഴിഞ്ഞാൽ പോകുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനു മുമ്പായിട്ട് അമ്പലത്തിലെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് വരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അല്ലെങ്കിൽ ചേട്ടായിയോട് മേടിച്ച് റെഡിയാക്കി കൊടുക്കാൻ പറയണം അങ്ങനെ. അപ്പോൾ അതും ഒരു സന്തോഷം. രാവിലെ തന്നെ ഒരു പോസിറ്റീവ് എനർജി കിട്ടി വിളിച്ചപ്പോഴത്തേക്കും. വീഡിയോ എടുത്തേണ്ടിരുന്നതിനിടെ അമ്മ വിളിച്ചു കേട്ടോ. അമ്മൂനോട് അപ്പോൾ പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞതറിയോ, അമ്മ പോകാതിരിക്കില്ലേ, ഇങ്ങനെയൊക്കെ ഉള്ള ചാൻസ് എപ്പോഴും കിട്ടത്തില്ല, ഇങ്ങനെയൊക്കെ ഉള്ള ചാൻസ് അത്രയും ദൈവത്തിൻ്റെ ഇതുള്ളവർക്കാണ് കിട്ടുന്നത്. അപ്പോൾ പോകാതിരിക്കല്ലേ അമ്മ, നല്ല കാര്യമല്ലേ, പൊക്കോണം കണ്ടോ, തിരിച്ചു വരുമ്പോൾ ഇതിലേ വന്നിട്ട് അങ്ങ് പോയാൽ മതി കേട്ടോ, തിരിച്ചു വരുമ്പോൾ ഇവിടെ വീട്ടിൽ കയറിയിട്ട് പോയാൽ മതി കേട്ടോ അത് കേട്ടോ. അപ്പം വിഷ്ണുവും കുഞ്ഞും ഉണ്ടായിരുന്നു അടുത്ത്. വിഷ്ണുവും പറഞ്ഞു അമ്മയെ ചാൻസ് കിട്ടുമ്പോൾ അമ്മ പൊക്കോണം, നല്ലതല്ലേ, അമ്മ പോയേ പറ്റത്തുള്ളൂ കേട്ടോ എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ പോകുന്നില്ല, ഇച്ചിരി മടിമാതിരി ഞാനിപ്പോൾ ചുമ്മാ പറ്റിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു. ഞാൻ പോകാൻ ഇവിടെ എല്ലാം സെറ്റാക്കി റെഡിയാക്കി വെച്ചേക്കുമല്ലേ, എന്നിട്ട് ഞാനത് ഇതാകാത്ത രീതിയിൽ ചുമ്മാ പറഞ്ഞേ. അന്നേരം പറയാം പോക്കോ കേട്ടോ, നല്ല കേട്ടോ എന്ന്. ചിന്തു അമ്മ കൊണ്ട് ചിന്തു എന്നാണ് ഇപ്പം പിടിയാക്കിയേക്കുന്നത്, തന്നെ ആക്കുന്നത് എന്നെ ചെയ്യാനും. പിന്നെ എനിക്കതൊരു കേൾക്കാനൊരു ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ചിന്തു ഈ അമ്മു എന്നെ കൊണ്ടുവരാതെ വന്നു. ഇപ്പോൾ അവൾ നല്ലതായിട്ട് സംസാരിക്കാൻ തുടങ്ങി കേട്ടോ, അങ്കൻവാടി പോകാൻ തുടങ്ങി. പിന്നെ പക്ഷേ അങ്കൻവാടി പോകാൻ ഭയങ്കര മടിയാന്ന് പറഞ്ഞു. അമ്മൂന് മടിയില്ലായിരുന്നു കേട്ടോ, അമ്മൂന് വലിയ പ്രശ്നമില്ലായിരുന്നു. പക്ഷേ അവൾക്ക് നല്ല അവിടെ ചെന്ന് കഴിഞ്ഞാൽ ആക്റ്റീവാണ്. അവർ വീഡിയോയും ഫോട്ടോയും ഒക്കെ എടുത്തിട്ട് തരുന്നത് ഇങ്ങോട്ട് എൻ്റെ ഫോണിലോട്ട് അന്നേരം തന്നെ അമ്മ ഇട്ട് തരുവേ. കൂട്ടുകാരുടെ കൂടെ കളിക്കുന്നതും കിടന്നുറങ്ങുന്നതും കഴിക്കുന്നതും ഒക്കെ ടീച്ചർമാർ അന്നേരം ഇട്ട് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇവർ ഇത്രയും കൊഞ്ചിച്ച് വെച്ചോണ്ടിരുന്നില്ല. 2 വയസ്സായപ്പോൾ ഒരു 2.5 വയസ്സായപ്പോൾ മുതൽ അങ്ങ് വിട്ടാൽ മതിയായിരുന്നു തോന്നുക. അന്ന് നേരത്തെ അമ്മയൊക്കെ പറഞ്ഞു തന്നെ അവിടെ, അമ്മയും തത്തമ്മയൊക്കെ പറഞ്ഞാൽ പാറുവിന് 2.5 വയസ്സെങ്ങാണ്ടായപ്പോഴേ വിട്ടതാ, അങ്ങനെ വിടാമെന്ന്. അപ്പം ഞാനും അമ്മുമായിരുന്നു ഇത്രയും കുഞ്ഞിനെ ഒന്ന് അപ്പിയിടാനോ ചൂച്ചു വെക്കണമെങ്കിലോ ഒക്കെ പറയാൻ പോലും അറിയത്തില്ല. വേണ്ട ഇത്രയും കുഞ്ഞിനെ വിടണ്ട. പക്ഷെ ആ കുഞ്ഞിനെ അങ്ങ് വിട്ടിരുന്നെങ്കിൽ ഇവർക്ക് ഇത്രയും വിഷമം വരത്തില്ലായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ ഭയങ്കര സങ്കടം. അതിനെന്ന് വെച്ചാൽ എവിടെ പോയാലും ഈ 2 പേരുടെ അതിനെയും കൊണ്ടല്ലേ പോകുന്നത്. അങ്ങനെ കറങ്ങി നടന്ന് അവൾ ഭക്ഷണത്തരം പഠിച്ചു പോയെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ അപ്പോൾ അമ്മും വിഷ്ണുവും ഒക്കെ ഫുൾ സപ്പോർട്ടാണ്, പോയിട്ട് വായോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പം അത് ഒരു പരിധി വരെ ആ കുഞ്ഞുങ്ങളും അതെ കേട്ടോ, നമുക്ക് എന്തെങ്കിലും ഒരു നല്ല കാര്യമൊക്കെ വരുന്നതും ഞങ്ങൾ സന്തോഷിക്കുന്നതും ഞങ്ങളെ സന്തോഷിപ്പിക്കാനാണെങ്കിലും ഒക്കെ ശ്രമിക്കും കേട്ടോ, പറ്റുന്നവണക്കൊക്കെ. ഈ പ്രാവശ്യം വന്നപ്പോൾ കൊച്ചില്ലാഞ്ഞുകൊണ്ട് ഒരു സുഖമില്ലായിരുന്നു. അവൾ തന്നെ വന്ന് അന്നേരം പറയല്ലേ ഇപ്പം വന്ന് മകളെ വേണ്ട കൊച്ചിനെ മതി. അതാണ് അല്ലേ, കൊച്ചുമക്കളായി കഴിഞ്ഞ് കഴിയുമ്പം കൊച്ചുമക്കളോടൊരു പ്രത്യേക സ്നേഹമാണ്. നമ്മുടെ മക്കളായിരുന്നപ്പോൾ നമ്മൾ ചിലപ്പോൾ വഴക്ക് പറയുകയും കുസൃതി കാണിച്ച ഒരു കുഞ്ഞടി കൊടുക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷേ കൊച്ചുമക്കളോട് ഇത് വരുമ്പോഴത്തേനും ഇച്ചിരി ഉരുക്കമാണ്. അയ്യോ ദൈവമേ, അതിനൊരു പ്രത്യേക നന്ദി സ്നേഹം ഒക്കെയാണ് താനും. അതിൻ്റെ പരിപാടിയൊക്കെ കാണുമ്പോൾ നമുക്ക് ഉള്ളിലൊരു ഇഷ്ടം തോന്നും. ഇന്നലെ അമ്മ വിളിച്ച് പറയാം, എൻ്റെ പേരിട്ട ജാനിക്കുട്ടി എന്തിയടി വരാത്ത, ജാനിമോൾ എന്നാടുക്കുവാടി, ജാനിമോൾ അങ്കൻവാടി പോകുന്ന എന്നെ ചിപ്പിമോളൊക്കെ കാണിച്ച് തന്നടി എന്നൊക്കെ പറഞ്ഞോട്ട് എന്നോട് പറയാമായിരുന്നു കേട്ടോ. അമ്മയ്ക്ക് ഭയങ്കര കാര്യമാണ്.
കുഞ്ഞുങ്ങളെ എല്ലാം അമ്മയ്ക്ക് ഭയങ്കര കാര്യമാണ്. അമ്മ വിളിച്ചപ്പോൾ പറയായിരുന്നു തമ്പുരുക്കുട്ടിയുടെ നെറ്റി ഇവിടെ എങ്ങാണ്ട് ശകലം മുറിഞ്ഞെന്ന്. ഞാൻ കണ്ടില്ല കേട്ടോ, ഞാൻ അറിഞ്ഞില്ല. കഴിഞ്ഞ ദിവസം അവൾ മാളൂട്ടിയൊക്കെ ഉപ്പാർക്ക് വന്നപ്പോൾ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇവിടെ ഇല്ലായിരുന്നു. ഇന്നിപ്പം അമ്മു പറയായിരുന്നു, അമ്മേ തമ്പുരുവിൻ്റെ നെറ്റി ഇച്ചിരി മുറിഞ്ഞമ്മേ ടീപ്പോയിലെങ്ങാണ്ട് കൊണ്ടതാണ്. ഞാൻ ആ കിങ്ങിണി വരുമെന്ന് കാണുന്നതേ ഉണ്ടല്ലോ, അവർ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറയുന്നത് ഞാൻ ഈ ടീപ്പോയൊക്കെ ഡൈനിങ് ടേബിളിൽ കയറ്റും. എനിക്ക് പേടിയാണ്, കാരണം ഇതുങ്ങൾക്ക് അങ്ങനെ ശ്രദ്ധയില്ലല്ലോ. വല്ല നെറ്റിമൊക്കെ മുറിഞ്ഞു കഴിഞ്ഞാൽ ഇതായില്ലേ. അവള് വീഡിയോ എങ്ങാണ്ട് ഞാൻ കണ്ടുമില്ലായിരുന്നു വീഡിയോ. അപ്പോൾ അമ്മു ചോദിച്ചു, ചേച്ചി എന്നാ പറ്റിയെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞെന്ന്, എടി ഈ ടീപ്പോയെ കൊണ്ടതാ കണ്ണിൻ്റെ ഇവിടെയോ കണ്ട് 4 സ്റ്റിച്ച് ഉണ്ടെന്ന്. പാവം. എനിക്ക് കേട്ടപ്പോൾ ഒരു സങ്കടം വന്നു. അതിനൊന്ന് കാണാനൊരു കൊതി തോന്നുന്നു. സത്യം ഭയങ്കര അവളും ഇതേപോലെ കിൽക്കാങ്കുമ്പട്ടിമാരിയായി ചിന്തുവമ്മേ എന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര സ്നേഹമായിരുന്നു. അയ്യോ പാവം, അത് നെറ്റി മുറിഞ്ഞെന്ന് പറഞ്ഞപ്പോൾ ഒരു വിഷമം. അമ്മൂൻ്റെ ആണെങ്കിൽ പനിയും ജലദോഷവും കാര്യങ്ങളും ഒക്കെ ഇപ്പം ഇച്ചിരി കുറവുണ്ടെന്നാണ് പറഞ്ഞത്. അങ്ങനെയൊക്കെ ഇരിക്കുന്ന വിശേഷങ്ങൾ. ഇനിയിപ്പം ഞാൻ പോകാനുള്ള കാര്യങ്ങളൊന്ന് റെഡിയായിട്ട് ഇച്ചിരി ഫുഡ് എന്തെങ്കിലും കഴിച്ചിട്ട് പോകാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കട്ടെ. ഇതൊന്ന് എഡിറ്റ് ചെയ്ത് വെച്ചിട്ട് വേണം, അല്ലെങ്കിൽ പിന്നെ വീഡിയോ ഇല്ലാണ്ടായി പോകും. ഞാൻ എവിടെ പോയാലും വീഡിയോ ഇല്ലാതായാൽ നിങ്ങൾക്ക് സങ്കടമല്ലേ. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇറങ്ങണമല്ലോ, നമ്മുടെ വരുമാന മാർഗ്ഗവും അതല്ലേ, അല്ലേ, നമ്മുടെ ജോലി അതല്ലേ. അപ്പം എവിടെയാണ് പോകുന്നത് എന്താണെന്നൊക്കെ ഉള്ളത് അടുത്തടുത്ത വീഡിയോകളൊക്കെ പറയാം. അപ്പോൾ ഞാൻ പോയിട്ടൊക്കെ വരാം. നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും സപ്പോർട്ടും ഒക്കെ എനിക്ക് വേണം. അപ്പോൾ ഇന്നത്തെ ഒരു വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ. കറണ്ട് വന്നിട്ടില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റിൻ്റെ കൂട്ടത്തിലോ അവൽ ബട്ടനോടൊന്ന് ഇടിച്ചു പിടിച്ചാൽ കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നവരെ, നിങ്ങൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമുള്ള ഹാപ്പി വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ടാറ്റാ.